വിശദമായ വാർത്തകളിലേക്ക് എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സർക്കാർ തലത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നു. സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ ബി അശോകനും N പ്രശാന്തിനും സർക്കാർ പുതിയ നിയമനം നൽകുന്നു. ബി അശോകനെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ രത്തൻ കേൽക്കറിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി നൽകുകയാണ്. സ്നേഹിൽ കുമാർ സിംഗ് ആണ് പുതിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് ദിവ്യ S അയ്യരെ മാറ്റി ഡോക്ടർ ഷർമിള മേരി ജോസഫാണ് ആരോഗ്യ സെക്രട്ടറി. MG രാജമാണിക്യമാണ് KSCB CMD. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുകയാണ് വിവരങ്ങളുമായി. സെയ്ഫ്, ഒറ്റ ഉത്തരവ് 49 ഉദ്യോഗസ്ഥരുടെ ചുമതല മാറ്റം സംബന്ധിച്ചുള്ള. അപ്പോൾ എങ്ങോട്ടാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ത്? IAS തലപ്പത്ത് ഏതൊക്കെ തരത്തിൽ മാറ്റം വേണം എന്നുള്ള കാര്യം ഇതോടെ വ്യക്തമാവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ബി അശോകിനെയും N പ്രശാന്തിനെയും അക്കോമഡേറ്റ് ചെയ്തതാണ്. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ തലപ്പത്തേക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ്. മറ്റേതൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത്? ശ്രീരാം വെങ്കിട്ടരാമന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം പുതിയ ഈ ചുമതല മാറ്റ കാര്യത്തിൽ സർക്കാർ പറയുന്നുണ്ടോ? VD സതീശൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള IAS തലപ്പത്തെ ഒരു സമ്പൂർണ്ണ അഴിച്ചുപണി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയും. കാരണം എല്ലാ മേഖലകളിലുമുള്ള വകുപ്പുകളിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ സസ്പെൻഷനിലായ 2 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ബി അശോകും N പ്രശാന്തും. അവർ രണ്ടുപേരെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അവർക്ക് രണ്ടുപേർക്കും നല്ല തസ്തികകൾ തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്നു. ബി അശോകനാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള നിയമനമാണ് നൽകിയിരിക്കുന്നത്. N പ്രശാന്ത് കായിക വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള നിയമനം അദ്ദേഹത്തിനും നൽകുന്നു. പിന്നീട് പലതരത്തിലുള്ള മാറ്റങ്ങൾ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് വകുപ്പുകളിലെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അനുപമ IAS അവരാണ് പുതിയ ഗതാഗത സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുക. ജീവൻ ബാബു അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് അദ്ദേഹം ആയിരിക്കും. അദീല അബ്ദുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് അവരെ പ്രവർത്തിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് ദിവ്യ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വിസിലിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. തദ്ദേശ വകുപ്പിലേക്കാണ് ദിവ്യയുടെ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്. ദിവ്യയെ തദ്ദേശ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ ചുമതല കൂടി ദിവ്യയ്ക്കുണ്ടായിരുന്നു, ദിവ്യ S അയ്യർക്കുണ്ടായിരുന്നു. അവരെ അവിടെ നിന്ന് കൂടി സംസ്ഥാന സർക്കാർ മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അഫ്സാന പർവീൺ കോളേജ് എഡ്യൂക്കേഷന്റെ ഡയറക്ടറായിട്ടാണ് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. MG രാജമാണിക്യമാണ് വൈദ്യുതി വകുപ്പിന്റെ ചുമതലയിലേക്ക് വരുന്നത്. KCBയുടെ CMD ആയിട്ട് MG രാജമാണിക്യം വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജെറോമിക് ജോർജ് ആണ് പുതിയ MD വിഴിഞ്ഞം, അതായത് വിസിലിന്റെ പുതിയ ഡയറക്ടറായിട്ട് വരുന്നത്. ജെറോമിക് ജോർജ് ആണ്, തിരുവനന്തപുരത്തെ മുൻ ജില്ലാ കളക്ടറാണ് അദ്ദേഹം. ദിവ്യ S അയ്യർ മാറുമ്പോൾ ആ ചുമതലയിലേക്ക് വരുന്നത് അവരാണ്. ജീവൻ ബാബുവിന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള അധിക ചുമതല കൂടി സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. രേണുരാജ് അഡീഷണൽ സെക്രട്ടറി ആയിട്ട് വരികയാണ്. അത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് അവരാണ് വരുന്നത്. TV സുഭാഷ്, അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PRDയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ VD സതീശൻ അടക്കമുള്ളവർ ഉന്നയിച്ചതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് ചില പത്രപരസ്യങ്ങൾ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട് ചില പരസ്യങ്ങൾ നൽകിയിരുന്നു. അന്ന് പരസ്യമായി തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് ചുമതല നിർവഹിച്ചിരുന്ന ആളാണ് TV സുഭാഷ്. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി കൃഷി വകുപ്പിലേക്ക് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള നിയമനമാണ് സംസ്ഥാന സർക്കാർ നിലവിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായ ആസിഫ് K യൂസുഫിനെ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തിന് വേറെ ചുമതലയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ആസിഫ് K യൂസുഫിന് നോർക്കയുടെ ചുമതലയാണ് സംസ്ഥാന സർക്കാർ പുതുതായിട്ട് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. ശ്രീധന്യ സുരേഷ് ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണറായിട്ടുള്ള ചുമതലയാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് രത്തൻ കേൽക്കർ, അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ നൽകുന്നത്. അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന
തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇനി അദ്ദേഹം ആയിരിക്കും. അതുപോലെ തന്നെ PRDയുടെ ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം വയോജന വകുപ്പ്, അത് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടി ആയിരുന്നു അവരുടേത്. അതിൻ്റെ ചുമതല കൂടി രത്തൻ കേൽഖറിന് നൽകുന്നു. അതിനൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലയിലേക്ക് രത്തൻ കേൽഖർ കൂടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ഒരൊറ്റ ഉത്തരവിലൂടെ ഏതാണ്ട് 49 എന്ന് പറയാൻ കഴിയില്ല എന്ന് തോന്നുന്നു, ഒരു 47 ഉദ്യോഗസ്ഥരുടെ മാറ്റം അതിനകത്ത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന കാര്യം. മഹേഷ്.